കുവൈത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഒന്ന്, മിന അൽ അഹമ്മദി റിഫൈനറിയിലുള്ള ഈ ആഭ്യന്തര മന്ത്രാലയം നൽകിയ കണക്കുകൾ പ്രകാരം നിരവധി ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. റിഫൈനറികളിൽ തീപിടുത്തം ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും ഇതുവരെ പരിക്കോ മറ്റോ ഉണ്ടായതായി നിലവിൽ അറിവില്ല. പക്ഷേ ലോകത്തെ ഇന്ധന ചേട്ടാ വല്ലാതിരിക്കുന്നേ, ഒന്നും ശരിയായില്ല എന്ന് തോന്നുന്നു. വലിയ എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ ശരി, എന്നാ ഞാൻ ചായ എടുത്തിട്ട് നൽകുന്നത്. ഈ റിഫൈനറിയിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ചും ഒപ്പം തന്നെ പെട്രോളിയം ഉൽപാദനം കുവൈത്തിൽ നിന്ന് നേരത്തെ തന്നെ ഈ ആക്രമണങ്ങളെ തുടർന്ന് നിയന്ത്രിക്കുകയോ ചില മേഖലകളിൽ നിർത്തിവെക്കുകയോ ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലും ഗുരുതരമായ എണ്ണ ലഭ്യത. ചേട്ടാ ഹാരിസ് എന്നും വന്നിരുന്നു, ഈ മാസത്തെ വാടകയെങ്കിലും കൊടുത്തില്ലെങ്കിൽ. കുവൈത്തിന്റെ ഒരു കൂറ്റൻ എണ്ണ ടാങ്കർ കേടുപാടുകൾ വരുത്തുകയും ചെയ്തത്. കയ്യിലൊരു പൈസ ഇല്ല, നാട്ടിൽ പോകാന്ന് വെച്ചാൽ എയർപോർട്ട് അടച്ചു. ആക്രമണ ശ്രമങ്ങൾ സത്യം പറയാൻ നമ്മളിവിടെ വിട്ടു എന്താ ചെയ്യാന്ന് മനസ്സിലാവുന്നില്ല. നൽകിയത് കുവൈത്തിൽ ആണവ വികിരണം ഇല്ല എന്നുള്ളതാണ്. ഇത് ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഇത് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതായി ഇത് വീണ്ടും തുടങ്ങിയെന്നാണ് തോന്നുന്നു. ഇതിനൊന്നും ഒരു രക്ഷയില്ല ദൈവമേ. ഇതിനൊരു അവസാനമില്ലേ? ഒന്നുമില്ലടാ, ഒന്നുമില്ല മോളെ. പുറത്തൊരു സൗണ്ട് കേട്ടതാ, വണ്ടിയുടെ ഏതോ ടയറോ എല്ലാം പൊട്ടിയതാ. അച്ഛനല്ലേ ഇവിടെ മഴ കൂടെ? കേട്ടോ? കേട്ടോടാ? ഓ, നാശം വിതച്ച യുദ്ധം. ജീവിതം ഒരു ചോദ്യമാ, എവിടെ നീ ആശയം? പ്രവർത്തനത്തിനായി സജ്ജമാണെന്നും ബന്ധപ്പെട്ട അധികാരികളുടെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ സർവീസുകൾ സാധാരണ നിലയിലേക്ക് പുനരാരംഭിക്കുമെന്നും. Hi Rakesh, good morning. A good news for you. Everything is getting back to normal. Company is reopening. You can resume your duty from tomorrow. Okay? ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയായി മോളെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സുഗന്ധം എവിടെ മാറുന്ന ജീവിതമോ, സഹനത്തിൻ ഭാവങ്ങൾ എവിടെ നീ ആശ്രയം? ഓഹോ ചിറകടിച്ചുയരാനായി ഈ കാറ്റും ഒരു താങ്ങായി അച്ഛന്റെ തോളിലെ കുസൃതിയൊരാനന്ദം.